എന്റെ ഈ വീഡിയോ എന്തൊക്കെയായാലും നിങ്ങൾ പൂർണ്ണമായിട്ടും കാണണം. നിങ്ങൾ BJP, LDF, UDF, വാട്ടവർ ആരും തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്നവരുമായിട്ട്, പക്ഷെ നിങ്ങൾ ഒരു കേരളീയനാണോ, നിങ്ങൾ ഒരു കേരളീയനാണെങ്കിൽ, നിങ്ങൾ കേരളത്തിൽ ജനിച്ച് മരിക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ഇതിനകത്ത് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം നമ്മൾ ഓരോരുത്തരും 5ഉം 10ഉം 8ഉം ആയിട്ട് നമ്മൾ ഒരു 2 വർഷം മുമ്പേ ചൂരൽമല വയനാട് ദുരന്തം സംഭവിച്ചപ്പോൾ നമ്മൾ ഓരോരുത്തരും കൊടുത്ത പൈസകളുണ്ട്. ആ പൈസകളെല്ലാം കൂടെ സ്വരുക്കൂട്ടി ഒന്നും രണ്ടും ഒന്നുമല്ല 778 കോടി രൂപയോളം സർക്കാരിന് നമ്മൾ കൈമാറിയിട്ടുണ്ട്. ആ സർക്കാർ 778 കോടി തുക എങ്ങനെ വിനിയോഗിച്ചു, അത് എങ്ങനെ ഏതെല്ലാം വകുപ്പിൽ ഉൾക്കൊള്ളിച്ചു, ഇപ്പൊ എന്താണ് അവിടുത്തെ കറന്റ് സിറ്റുവേഷൻ, അതുപോലെ തന്നെ നമുക്ക് സർക്കാരിനോട് അതിന്റെ ഫണ്ടിന്റെ വിവര പട്ടിക നമുക്ക് ചോദിക്കാനും അതിന്റെ കണക്ക് കാര്യങ്ങൾ നമുക്ക് അറിയാനുമുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ സർക്കാരിനുമുണ്ട് ഉത്തരവാദിത്തം. ആ പൈസ എങ്ങനെ വിനിയോഗിച്ചു, എപ്പോ വിനിയോഗിച്ചു, എങ്ങനെ കൊടുത്തു, ആർക്ക് കൊടുത്തു, എങ്ങനെ എപ്പോ എന്ത് കറന്റ് സിറ്റുവേഷൻ എന്താണ്, അതുപോലെ മറുപടി പറയാൻ നമ്മളെ ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യം ആ സർക്കാരിനുമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം ചൂരൽമലയിൽ നടക്കുന്ന സംഭവങ്ങളും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇന്നലെ ഒരു വീഡിയോ പുറത്തു വരാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോ തുടർന്ന് നമുക്ക് കുറെ അധികം കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ സോ ഫ്രണ്ട്സ്, എന്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് അടിച്ച് തന്നെ കാണണം. കാരണം ഇത് കുറെ അധികം ആളിലോട്ട് എത്തിക്കേണ്ടതുണ്ട്. കാരണം ഇത് പറ്റിക്കപ്പെടരുത്, ഇത് നമ്മുടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു പരിപാടിയായിട്ട് മാറരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം, നമ്മൾ പണ്ട് തൊട്ടേ നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമാണ്, കേരളം എന്ന് കേട്ടാൽ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. അത് വെറും ഒരു സംഗീതമാട്ടോ അല്ലെങ്കിൽ വെറും ഒരു പാട്ടാട്ടോ കേൾക്കുമ്പോൾ മാത്രം ഒരു ഇമ്പമുള്ള ഒരു ട്യൂണായിട്ടോ മാറരുത്. നമുക്ക് ബുദ്ധി വേണം, ബുദ്ധിയോട് വേണം നമ്മൾ ചിന്തിക്കാനും അതുപോലെ പ്രവർത്തിക്കാനും. അതാണ് കേരളം നമുക്ക് തിളക്ക തന്നെ വേണം കേരളം. അതുപോലെ നമ്മുടെ അവകാശമാണ് ഇവിടെ നമ്മൾ ഒരു കാര്യം കൊടുക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും അത് എങ്ങനെ വിനിയോഗിച്ചു എന്നറിയാനുള്ള അവകാശം നമുക്കുമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ചൂരൽമല തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിനേക്കാളും കൂടുതൽ നന്നായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് പ്രതികരിക്കാം. ഇതൊരു തിരഞ്ഞെടുപ്പിന്റെ കാലമാണ്, ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്ന കാലം. ആ ചോദ്യങ്ങളിൽ ഏറ്റവും മുഴങ്ങി കേൾക്കുന്ന ചോദ്യം വീടെവിടെ എന്ന ചോദ്യമാണ്. സംസ്ഥാന സർക്കാർ ചോദിക്കുന്നുണ്ട്, മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട്, സൈബർ സ്പേസ് ചോദിക്കുന്നുണ്ട്, ചില മാധ്യമങ്ങളും ചോദിക്കുന്നുണ്ട്. വീടെവിടെ? ന്യായമായ ചോദ്യമാണ്. വയനാട്ടിലെ ദുരന്തം അനുഭവിച്ച മനുഷ്യന്മാർ 2 വർഷത്തോടെടുക്കുമ്പോൾ വീടെവിടെ എന്ന ആ ചോദ്യം ഉയരേണ്ടുന്ന ചോദ്യം തന്നെയാണ്. പക്ഷെ എന്റെ സംശയം, വീടെവിടെ എന്ന ആ ചോദ്യം ആദ്യം ചോദിക്കേണ്ടത് പ്രതിപക്ഷത്തോടാണോ അതോ ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനോടാണോ? ഞാൻ പറയും, ആ ചോദ്യം ചോദിക്കേണ്ടത് സംസ്ഥാന സർക്കാരിനോടാണ്. കാരണം ഞാനും നിങ്ങളും നമ്മളും ഒന്നിച്ചു നിന്ന്, അതെ, നമുക്കും ചോദിക്കാനുള്ള ചോദ്യം തന്നെയാണ് വീടെവിടെ. കാരണം 2-3 മാസങ്ങൾക്ക് മുമ്പ് PR വർക്ക് നടന്നിരുന്നു. അത് ഒരുപാട് അഭിമാനത്തോടെ കുറെ അധികം ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയിൽ മിന്നി മറിഞ്ഞ് സർക്കാരിനെ പുകഴ്ത്തി വാഴ്ത്തി പാടുന്ന കണ്ടിട്ടുണ്ടായിരുന്നു, വീടെവിടെ വീടെവിടെ. അപ്പൊ വീടുകൾ അത് ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചു, അത് ടൗൺഷിപ്പ് പണിത് കഴിഞ്ഞു, ഇപ്പൊ കൊടുത്തു, ഇന്നലെ കൊടുത്തു, നാളെ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ എല്ലാവരും ഒരു കോമാളിയായിട്ട് നിർത്തിയേക്കുന്ന ഒരു സംഭവമാണ് ഇപ്പൊ ഇവിടെ പൊട്ടാൻ പോകുന്നത്. 778 കോടി രൂപ വയനാടിനെ പുനരുജ്ജീവിപ്പിക്കുവാൻ വേണ്ടി ദുരിതാശ്വാസ നിധിയിലേക്ക് അടച്ചത് സംസ്ഥാന സർക്കാരിലാണ്. സംസ്ഥാന സർക്കാരിന്റെ CMDRFിലേക്കാണ് നമ്മൾ ആ തുക കൈമാറിയിട്ടുള്ളത്. ആ തുക വെച്ചിട്ട് ഈ 2 വർഷം എടുക്കുമ്പോൾ ഈ സംസ്ഥാന സർക്കാർ എന്തെല്ലാമാണ് ചെയ്തിരിക്കുന്നത്? ദുരന്തമുണ്ടായി കൃത്യം 20 മാസമാകുമ്പോൾ ഈ സംസ്ഥാന സർക്കാർ പൂർത്തീകരിച്ച് ആ വീടുകളിൽ താമസിക്കുന്ന ഒരു മനുഷ്യനെങ്കിലും നിങ്ങൾക്ക് വയനാട്ടിൽ കാണിച്ചു തരാൻ കഴിയും? ഇല്ല. അപ്പോൾ നിങ്ങൾ പറയും, സംസ്ഥാന സർക്കാർ 178 വീടുകൾ കൈമാറിയില്ലേ? 178 വീടുകൾ കൈമാറുന്ന ഒരു ചടങ്ങ് നടത്തി, അത് PR-ന് വേണ്ടി, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പ് PR-ന് വേണ്ടി ഉപയോഗിക്കും. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്കും കൂടെ അറിയാനുള്ള അവകാശമുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഒരു PR വർക്കിന് വേണ്ടിയിട്ട് മാത്രം 178 വീടുകൾ മാത്രം പണിതിട്ട് വെറും നമ്മുടെ ജനങ്ങളുടെ കണ്ണിൽ പൊടി കിട്ടുന്നതോ? ഒരു നിങ്ങളൊന്ന് ആലോചിക്കുക, 480 വീടുകളാണ് ഉണ്ടായിരുന്നതിൽ. അതിൽ 80-85 വീട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു, ഞങ്ങൾക്ക് പൈസ മതി, ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി വീട് വെച്ചോളാം എന്ന് പറയുന്നുണ്ടായിരുന്നു. അതില് പിന്നെ ഉള്ളത് 400 സംതിങ് അല്ലെ, 400 കുടുംബക്കാർക്കാണ് പിന്നെ വീട് വെച്ച് കൊടുക്കേണ്ടത്. അപ്പം ഒരു കുടുംബക്കാർക്ക് ഇവരിട്ടിരുന്ന ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വീടിന് 15 ലക്ഷം രൂപ വെച്ചാണ് ഇവര് പറഞ്ഞിരുന്നത്. പോട്ടെ, 15 ലക്ഷം പോട്ടെ, ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിന് 480 വീട്, 1000 സ്ക്വയർ ഫീറ്റ് 2000 സ്ക്വയർ ഫീറ്റിന് 2500 രൂപ വെച്ച് നോക്കിയാലും 120 കോടി, 120 അല്ലെങ്കിൽ 150 കോടിക്ക് ഉള്ളിലേ നിൽക്കുകയുള്ളൂ. അപ്പം ഇതുവരെ നിങ്ങൾക്ക് 778 കോടി ഉണ്ടായിട്ട് ഈ ഒരു 178 വീട് മാത്രമേ നിങ്ങൾക്ക് വെച്ചു കൊടുക്കാൻ പറ്റിയിരുന്നുള്ളൂ. ഈ 2 വർഷമായില്ലേ? നമുക്കറിയാം, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ റെഡി കാശ് ഉണ്ടെങ്കിൽ നമുക്കൊരു 3 മാസം കൊണ്ട് നല്ല ഒരു ഭേദപ്പെട്ട ഒരു 1500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് 3 മാസം കൊണ്ട് നമുക്ക് പണിയാൻ പറ്റും. അതിനുള്ള ജോലിക്കാരും എല്ലാം ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് എടുക്കുവാണെങ്കിൽ പണിയാൻ പറ്റുന്നതാണ്.
2 വർഷമായിട്ട് ഇതൊന്നും നടന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ചെയ്തു. പക്ഷെ ആ 178 വീടുകളിൽ ഒന്നിലെങ്കിലും ആളുകൾക്ക് താമസിക്കാൻ കഴിയുന്നുണ്ട്? ഇല്ല. കാരണം മഹാഭൂരിപക്ഷ വീടുകളിലും ഇലക്ട്രിഫിക്കേഷൻ പൂർത്തീകരിച്ചിട്ടില്ല, ചില വീടുകളിൽ പ്ലംബിംഗ് ആക്ടിവിറ്റീസ് പൂർത്തീകരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ആ വീട്ടിൽ മനുഷ്യന്മാർ താമസിക്കുക? ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന ദിവസം വരെ വയനാട്ടിലെ സർക്കാർ കൈമാറിയ ഒരു വീട്ടിൽ പോലും ഒരാൾ പോലും താമസിക്കുന്നില്ല എന്ന കണക്ക് നിങ്ങൾ എത്ര പേർക്ക് മുന്നിൽ ഈ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എത്തിച്ചിട്ടുണ്ട്? ഇനിയും ഇതുവരെ നമ്മൾ അക്കൗണ്ട് ചെയ്തിട്ടില്ലാത്ത, ഓഡിറ്റ് ചെയ്തിട്ടില്ലാത്ത ചില കണക്കുകളിലേക്ക് കിടക്കാം. വയനാട്ടിൽ ആകെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ സംഭാവന ചെയ്ത തുക 778 കോടി രൂപ. ആ 778 കോടി രൂപയിൽ സംസ്ഥാന സർക്കാർ ടൗൺഷിപ്പ് നിർമ്മിക്കുവാൻ വേണ്ടി മാത്രം ചെലവഴിക്കുന്ന തുക 299, അതായത് മിച്ചം 479 കോടി. അതിലേക്ക് കടക്കാം. ഈ 299 കോടി രൂപയ്ക്ക് വയനാട്ടിൽ ടൗൺഷിപ്പ് നിർമ്മിക്കുവാൻ കരാറ് കൊടുത്തിരിക്കുന്നത് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ്. ഊരാളുങ്കൽ 299 കോടി രൂപയുടെ വയനാട്ടിലെ പുനർനിർമ്മാണ പാക്കേജ് കൊടുക്കുമ്പോൾ ടെൻഡർ ഇല്ലാതെ എങ്ങനെയാണ് ഇത്രയും വലിയ കോടി രൂപയുടെ ഒരു സംഭവം കൊടുത്തത്? അപ്പൊ ടെൻഡർ വെക്കുവാണെങ്കിൽ ഇതിലും കാലം കുറച്ച് തുകയ്ക്ക് നമുക്ക് ചിലപ്പം വേറെ ആൾക്കാരിൽ നിന്ന് നമുക്ക് എന്താണ് ടെൻഡർ സ്വീകരിക്കാമായിരുന്നു. സർക്കാർ ഇവിടെ എന്ത് അഴിമതിയാണ് കാണിക്കുന്നത്? ഈ ഊരാങ്കലുകളുമായിട്ട് സർക്കാരിന് ഇവിടെ എന്ത് ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് ആണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ചോദിക്കേണ്ട തന്നെയാണ്. ശരി, പോട്ടെ, ആ ഒരു മരണ സമയത്ത്, ആ ഒരു ദുരിത സമയത്ത് നമ്മൾ അതെല്ലാം മാറ്റിവെക്കുക. ടെൻഡർ സ്വീകരിക്കാൻ നമ്മൾ കൊടുത്തു. പക്ഷെ ഈ 2 വർഷമായിട്ട് ഇതൊന്നും നടന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ എന്നിട്ട് 178 വീടുകൾ നമ്മുടെ മുന്നിലോട്ട് ഇതാ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. സർക്കാരിന്റെ പുതിയൊരു ടൗൺഷിപ്പ്, പുതിയൊരു ജീവൻ വയനാടിന് കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഇതുവരെ ഒരു ആൾക്കാർക്ക് പോലും താമസിക്കാൻ പറ്റിയിട്ടില്ല. അവിടെ പ്ലംബിങ്ങും വയറിങ്ങും അടക്കം കാര്യങ്ങൾ നടന്നിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്? അതുപോലെ ടെൻഡറിനകത്ത് നടക്കുന്ന അഴിമതി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാളിൽ നിന്ന് മാത്രം ഒരു ഇത് സ്വീകരിച്ചത്? നമുക്കറിയാം, നമ്മൾ കേവലം ഒരു സാമാന്യം ഒരു നല്ലൊരു തുകയുടെ വീട് വെച്ചാൽ തന്നെ, വ്യക്തിപരമായിട്ട് ഒരു വീട് വെച്ചാൽ തന്നെ നമ്മൾ കൊട്ടേഷൻ വെക്കും. കൊട്ടേഷൻ അതിൽ നിന്ന് നമുക്ക് ഏറ്റവും കുറവുള്ള കൊട്ടേഷൻ എവിടെ നിന്നാണോ കിട്ടുന്നത് ആ കൊട്ടേഷൻ വെച്ചാണ് നമ്മൾ അവർക്കാണ് നമ്മൾ ഈ പ്രോജക്റ്റ് കൊടുക്കുക. അപ്പൊ അങ്ങനെ ഒന്നും ഇവിടെ നടന്നിട്ടില്ല. ഈ സെയിം സിസ്റ്റമാണ് ശബരിമലയുടെ കാര്യത്തിലും. അതുപോലെ തന്നെ ശബരിമലയിൽ അന്ന് അരവണ കേടായ സമയത്ത് അത് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി നടത്തിയ സമയത്തും ഇതുപോലെ ടെൻഡർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് സർക്കാർ കാണിക്കുന്ന അഴിമതി എന്ന് പറയുന്നത്. ഒരുപാട് ടെൻഡർ സ്വീകരിക്കാതെയും ടെൻഡർ വിളിക്കാതെയും ഒരുപാട് പ്രോജക്റ്റുകളാണ് ഇവർക്ക് പ്രീതിയുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നത്. അതിനകത്തൊക്കെ വലിയ ഒരു കളികൾ തന്നെയാണ്. അതുപോലെ PR കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ ലാലേട്ടൻ അടക്കമുള്ള ആൾക്കാർക്ക് PR കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം, November 1 അതിമുമ്പത്തെ കേരളമായിട്ട് പ്രഖ്യാപിക്കുന്ന അന്ന് ലാലേട്ടൻ, മമ്മൂട്ടി അടക്കം കുറേയധികം നിരവധി ആൾക്കാർക്ക് ക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതില് ലാലേട്ടൻ അന്ന് വരാമെന്ന് തന്നെ സമ്മതിച്ചതാണ്. കാരണം ലാലേട്ടൻ അറിയാം, ലാലേട്ടൻ ഒരിക്കലും അന്ന് സമ്മതിക്കുമ്പോഴും പങ്കെടുക്കാൻ പോകുന്നില്ല എന്നറിയാം. കാരണം ലാലേട്ടൻ അറിയാം, ഇവിടെ ഇങ്ങനെ ഒരു അതിദാരിദ്ര്യമുക്ത കേരളമായിട്ട് മാറിയിട്ടില്ല. എന്താണ് ഈ പിണറായി പറഞ്ഞ പച്ചക്കള്ളമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അന്നത്തെ പരിപാടിക്ക് ലാലേട്ടൻ പങ്കെടുത്തിരുന്നില്ല. പക്ഷെ മമ്മൂട്ടിക്ക് പങ്കെടുക്കണമായിരുന്നു. കാരണം കൈരളി TV ചെയർമാനാണ്. അപ്പൊ CPM-ആയിട്ട് അടുത്ത് നിൽക്കുന്ന ആളാണ്. മമ്മൂട്ടിക്ക് അതിനകത്ത് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. മമ്മൂട്ടി പങ്കെടുത്തു. അതുപോലെ തന്നെയാണ് കമലഹാസൻ അങ്ങേറ്റത്തെ ഒരു CPM പ്രവർത്തകനാണ്, അന്തം ഫാനാണ്. പക്ഷെ അദ്ദേഹം ഇതിനകത്ത് പങ്കെടുത്തിരുന്നില്ല. പക്ഷെ അങ്ങനെ മാറി നിന്ന ലാലേട്ടനെ കൊണ്ട് അംബ്ര സെറ്റപ്പിൽ ഇവിടെ ഇതുപോലെ നിന്നൊരു PR ഇന്റർവ്യൂ നടത്തണമെങ്കിൽ ലാലേട്ടന് കൊടുത്തത് 11 ലക്ഷം രൂപയല്ല മക്കളെ, 11 ലക്ഷം രൂപയല്ല, കോടിക്കണക്കിന് പൈസ മറിഞ്ഞിരുന്നു. 10-25 കോടി രൂപയെങ്കിലും കേവലം ആ ഒരു ലാലേട്ടന്റെ റെമ്യൂണറേഷന് അതിനകത്ത് മറിഞ്ഞിട്ടുണ്ടായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ ഇത് വേണമെങ്കിൽ എണ്ണി കുറിച്ചു വെച്ചു. യാതൊരു വിധമായ ടെൻഡർ നടപടികളും പാലിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ അപ്പോഴൊന്നും ചോദിച്ചിട്ടില്ല ഇതിനകത്ത് അഴിമതിയില്ലേ, എങ്ങനെയാണ് ടെൻഡർ ഇല്ലാതെ 299 കോടി രൂപ ഊരാളുകളിൽ കൊടുക്കുന്നതെന്ന ചോദ്യം നമ്മൾ ചോദിക്കാത്തത് ഒരു ദുരന്തത്തിന്റെ സമയത്ത് ചില ആളുകൾ സൂചിപ്പിക്കുന്നത് പോലെ ശവക്കണക്കിൽ. പക്ഷെ രാഹുൽ മാങ്കുട്ടൻ, നമ്മൾ ഇവിടെ ചിന്തിക്കണമായിരുന്നു. കാരണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് അടിച്ചോടിപ്പിച്ച വ്യക്തികളാണ് നമ്മൾ. അതേ ബ്രിട്ടീഷുകാർ, അമേരിക്കയ്ക്ക് തന്നെ നമ്മുടെ കേരളത്തെ ഒരു സമയത്ത് പണയം വെക്കാൻ മടി കാണിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ എന്ന് നമ്മൾ മനസ്സിലാക്കണമായിരുന്നു. നമ്മൾ അതും കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് വേണമായിരുന്നു നമ്മൾ ഇതാണ് ശവന്തീനികളല്ല എന്ന് നമ്മൾ വിശ്വസിക്കരുതായിരുന്നു. ഇവര് ശവന്തീനികൾ തന്നെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ ഓരോ കാര്യത്തിലും ചോദ്യം ചെയ്യപ്പെടണമെന്ന്. മനസ്സാക്ഷിക്കുത്ത് എന്നുള്ള ഒരു കാര്യം ഇവർക്ക് നമ്മൾ വിട്ടുകൊടുക്കരുത്. കാരണം ഇവർക്ക് മനസ്സാക്ഷിക്കുത്ത് എന്നുള്ളൊരു സാധനമില്ല. മനസ്സാക്ഷിയെ മരവിച്ച് നിൽക്കുന്ന ഒരു തരം ശവന്തീനികളാണ് എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതാണ് ഇപ്പൊ ഇവരിവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം വോട്ട് ചെയ്യാൻ പോകുന്ന ജനങ്ങളോടാണ് നമുക്ക് പറയാനുള്ളത്, 10 വർഷം ഇവരെന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് എന്ന് കാര്യം അറിയണമെങ്കിൽ അടുത്ത
ഒരു ഭരണസമിതി കയറിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് തിരുവനന്തപുരത്ത് എന്താണ് ആര്യ രാജേന്ദ്രൻ ഇറങ്ങിയപ്പോഴത്തേക്ക്, ആര്യ രാജേന്ദ്രൻ ഇറങ്ങിയതും BJP ആയിട്ടുള്ള ഒരു ആള് അവിടെ മേയറായിട്ട് വന്നപ്പോഴാണ് ഇത്രയും വർഷക്കാലം അവിടെ ഇരുന്നുകൊണ്ട് അരനൂറ്റാണ്ടിലേറെ അവർ അവിടെ ഇരുന്നുകൊണ്ട് കാണിച്ച കൊള്ളരായ്മ എത്രയാണെന്ന് നമ്മൾ എല്ലാരും പുറത്ത് ഒരു 1 by 1 ആയിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞതാണ്. അതേ സിസ്റ്റം തന്നെയായിരിക്കും ഈ 10 വർഷക്കാലം ഈ പിണറായി സർക്കാർ ഇരുന്ന് പരിച്ചു മുടിപ്പിച്ചിട്ട് എന്തൊക്കെയാണ് നമുക്ക് വാങ്ങിച്ചു കൂട്ടി തന്നേക്ക്, നമ്മുടെ തലയിൽ ഇനി എന്തൊക്കെ ബാധ്യത വരുമെന്ന് കണ്ടറിയണം. അപ്പം അത് നിങ്ങൾ മാറ്റണമെങ്കിൽ നിങ്ങളുടെ ഈ തവണത്തെ വോട്ട് നിങ്ങൾ ആലോചിച്ച് തന്നെ ചെയ്യണം. നിന്ന് മോട്ടിക്കുന്ന പണി ഈ സർക്കാർ കാണിക്കില്ല എന്ന നമ്മുടെ തെറ്റിദ്ധാരണ കൊണ്ടാണ്. ഇനി ആ കണക്കിലേക്ക് തന്നെ നമുക്ക് പോകാം. നിങ്ങൾക്കൊരു കാര്യം അറിയും, വയനാട്ടിലെ ആ ദുരന്തത്തിൽ മൊത്തം എത്ര മനുഷ്യന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നോ ആകെ എത്ര മനുഷ്യന്മാരെയാണ് കാണാതെ പോയതെന്നുള്ള കൃത്യമായ ഒരു കണക്ക് ഇന്നത്തെ ദിവസം വരെ സംസ്ഥാന സർക്കാരിന്റെ കയ്യിലില്ല. സംസ്ഥാന സർക്കാരിന്റെ കണക്കിൽ വയനാട്ടിൽ വീട് നഷ്ടമായ ആകെ ആളുകളുടെ എണ്ണം 487 ആണ്. ആ 487 പേരിൽ 85 ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന വീട് വേണ്ട, പകരം അതിനാവശ്യമായിട്ടുള്ള നഷ്ടപരിഹാര തുക നൽകിയാൽ മതി. അപ്പോൾ സംസ്ഥാന സർക്കാർ നിർമ്മിക്കേണ്ട വീട് 402. ഈ 85 കുടുംബങ്ങൾക്ക്, ആ 85 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാനായി സംസ്ഥാന സർക്കാർ കൊടുത്തത് 15 ലക്ഷം രൂപയാണ്. അതായത് വയനാട്ടിൽ വീട് നഷ്ടമായ ഒരു മനുഷ്യന് ഒരു വീടിനെ സംസ്ഥാന സർക്കാർ കണക്കാക്കുന്നത് 15 ലക്ഷം രൂപ. അങ്ങനെ നോക്കുമ്പോൾ ഈ സംസ്ഥാന സർക്കാർ ആകെ വയനാട്ടിൽ നിർമ്മിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് 410 വീടുകളാണ്. ആ 410 ഗുണം 15 ലക്ഷം. അങ്ങനെ നോക്കുമ്പോൾ ഈ 410 വീടുകൾക്ക് ചെലവാകുന്നത് 61,50,00,000 രൂപയാണ്. പോട്ടെ, ഇനി അവിടെ സ്ഥലം നന്നാക്കാനും അതുപോലെ തന്നെ വീടിന്റെ മെച്ചപ്പെട്ട അവസ്ഥയ്ക്കുമൊക്കെ വേണ്ടിയിട്ട് 1000 സ്ക്വയർ ഫീറ്റുള്ള ആ വീടിന് ഒരു 20 ലക്ഷം രൂപ വെച്ച് നമുക്ക് കൂട്ടാം. അപ്പോഴും 82 കോടി രൂപയാണ് അവിടെ വീട് നിർമ്മിക്കുവാനായി ആകെ ചെലവഴിക്കുക. എന്തിനാണ് ഇവിടെ ഫണ്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫണ്ട് കൊടുക്കാതിരുന്നത്? നമുക്കറിയാം, ഇവിടെ കാണിക്കുന്ന കണക്ക് വളരെ വ്യക്തമാണ്. അപ്പം ഈ ഒരു 11 മാസം കൊണ്ട് ഇത്രയും ഒരു പലിശ നമുക്ക് കിട്ടണമെങ്കിൽ എന്തുമാത്രം ഫണ്ടാണ് ഇവിടെ കൊടുത്തു എന്ന് പറഞ്ഞ് മരവിപ്പിച്ച് വെച്ചിട്ട് ഇവിടെ എന്ത് കാണിച്ചു? എങ്ങനെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ തോന്നി? ഇങ്ങനെ ഒരു ശവന്തീന്യായി പോയല്ലോ ഭഗവാനെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇനി കട്ടുമുടിക്കൊന്നുമില്ല, ശബരിമല അടക്കം മൊത്തം കട്ടുമുടിച്ചിരിക്കുകയാണ്. എന്നിട്ടും എന്തൊരു ആത്മവിശ്വാസം. അപ്പൊ എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നിയ വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ഒക്കെ പറയാം. അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്ന ചിൽഡ്രൻ. ബൈ.